സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. സ്ഥിരം വെള്ള ടീഷർട്ട് മാറ്റി മഞ്ഞ ഷർട്ടണിഞ്ഞ് പൂനെയിലെ വിദ്യാർത്ഥികൾക്കിടയിൽ രാഹുൽ ഗാന്ധി എത്തി. മാറിയത് വേഷം മാത്രമല്ല, കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ ശൈലി കൂടിയാണ് എന്ന് വിലയിരുത്തേണ്ടി വരും. കാരണം മോദിയെ മാത്രമല്ല, RSSന്റെ അടിത്തറയെ തന്നെയാണ് രാഹുൽ കടന്നാക്രമിക്കുന്നത്. CJP സമരത്തിന് ശേഷം BJP വിരുദ്ധ രാഷ്ട്രീയത്തിന് സോഷ്യൽ മീഡിയയിൽ കിട്ടുന്ന സ്വാധീനത്തെ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുകയാണ് രാഹുൽ ഗാന്ധി എന്നതും നമ്മൾ കാണണം. जंतर मंतर में गालियां लड़कों ने भी दी और लड़कियों ने भी दी, बट प्रधानमंत्री कह रहे हैं कि गाली देना कल्चरल शॉक लगा हमें, क्योंकि लड़कियों ने गाली दी. लड़के गाली दे तो कोई प्रॉब्लम नहीं है, उनके लिए अलाउड है. ജന്തർ മന്ദിറിൽ ആൺകുട്ടികളും പെൺകുട്ടികളും അസഭ്യം പറഞ്ഞു. എന്നാൽ പെൺകുട്ടികൾ തെറി വിളിച്ചത് ഞങ്ങൾക്ക് കൾച്ചറൽ ഷോക്ക് ഉണ്ടാക്കിയെന്നാണ് പ്രധാനമന്ത്രി പറയുന്നത്. ആണുങ്ങൾക്ക് തെറി വിളിക്കാൻ അനുവാദമുണ്ട്, യാതൊരു കുഴപ്പവുമില്ല. എന്നാൽ ഒരു പെൺകുട്ടി അത് ചെയ്താൽ സംസ്കാരത്തിന് ചേരാത്തതാകുന്നു. मोहन भगवत जी कहते हैं कि इंडिया में रेप होता है और भारत में रेप नहीं होता है. ഇന്ത്യയിലാണ് ബലാത്സംഗം നടക്കുന്നത്, ഭാരതത്തിലല്ല എന്ന് മോഹൻ ഭാഗവത് പറയുന്നു. खट्टर जी कहते हैं कि 80% रेप महिला के कारण होते हैं. तो ये एक माइंडसेट है और ये इस माइंडसेट से लड़ाई चल रही है. 80% ബലാത്സംഗങ്ങളും നടക്കുന്നത് സ്ത്രീകളുടെ കുഴപ്പം കൊണ്ടാണ് എന്ന് BJP നേതാവ് മനോഹർ ലാൽ ഖട്ടർ പറയുന്നു. ഈ മനോഭാവത്തോടാണ് തൻ്റെ പോരാട്ടമെന്ന് രാഹുൽ ഗാന്ധി പറയുകയാണ്. പൂനെയിൽ വിദ്യാർത്ഥിനികളുമായി സംവദിക്കുന്ന പരിപാടിയായ ഛാത്രോങ്ക ഗൂഞ്ചിലാണ് രാഹുൽ BJPയുടെ സ്ത്രീ വിരുദ്ധ രാഷ്ട്രീയത്തിനെതിരെ ആഞ്ഞടിച്ചത്. കഴിഞ്ഞ 2 പരിപാടികളിലായി RSS ആശയങ്ങൾ ഒളിച്ചുകടത്തുന്ന അടിമത്ത മനോഭാവത്തെ തുറന്നു കാട്ടുകയാണ് രാഹുൽ ഗാന്ധി. അതിലൂടെ കോൺഗ്രസിനെ തന്നെ തിരുത്തുകയാണ് രാഹുൽ എന്നും പറയാം. 3 പോയിന്റുകളിലൂടെ രാഹുൽ മുന്നോട്ട് വയ്ക്കുന്ന പുതിയ ആശയങ്ങളെയും അദ്ദേഹം നടത്തുന്ന രാഷ്ട്രീയ നവീകരണ ശ്രമങ്ങളെയും വിലയിരുത്തുകയാണ് ഈ വീഡിയോയിലൂടെ. രാഹുൽ ഗാന്ധി തൻ്റെ പ്രചാരണ പരിപാടിയിൽ വരുത്തിയിരിക്കുന്ന ഗുണപരമായ മാറ്റങ്ങളെയും നമുക്ക് അവസാന ഭാഗത്ത് നോക്കിക്കാണാം. ആദ്യം പൂനെയിലെ പരിപാടിയിൽ രാഹുൽ മുന്നോട്ട് വെച്ചത് എന്തെന്ന് പരിശോധിക്കാം. ആണുങ്ങൾ തെറി വിളിച്ചാൽ അത് സ്വാഭാവികം, പെണ്ണുങ്ങൾ തെറി വിളിച്ചാൽ അത് സംസ്കാരത്തിന് നിരക്കാത്തതും മോശവുമാകുന്നു. ഇതെല്ലാം വരുന്നത് RSSന്റെ പ്രത്യയശാസ്ത്ര ഗ്രന്ഥമെന്ന് പറയാവുന്ന മനുസ്മൃതിയിൽ നിന്നാണെന്ന് രാഹുൽ സമർത്ഥിക്കുന്നു. അതാണ് ഒന്നാമത്തെ പോയിന്റ്. The Manusmriti, which says clearly, in childhood a female must be subject to her father. Meaning, the Manusmriti says in childhood a female belongs to her father, in youth she belongs to her husband, when her lord is dead she belongs to her sons. A woman must never be independent. This is a direct quote from the Manusmriti. And these words are a shame. സ്ത്രീക്ക് ഒരിക്കലും സ്വാതന്ത്ര്യം നൽകരുത്. ബാല്യത്തിൽ പിതാവിനും യൗവനത്തിൽ ഭർത്താവിനും വാർദ്ധക്യത്തിൽ മക്കൾക്കും വിധേയായിരിക്കണം എന്ന് മനുസ്മൃതിയിൽ പറയുന്നുവെന്ന് രാഹുൽ ചൂണ്ടിക്കാട്ടി. പെൺകുട്ടികൾ കൂട്ടിലടയ്ക്കപ്പെടണം, പൂർണ്ണ നിയന്ത്രണത്തിൽ കഴിയണം, ജോലി ചെയ്യരുത്. എന്നാൽ ആൺകുട്ടികൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം വേണം. അവർ ഇഷ്ടമുള്ളത് ചെയ്യട്ടെ, ജോലി ചെയ്യട്ടെ, തെറി വിളിക്കട്ടെ എന്ന ചിന്താഗതിയാണ് ഇത്. അങ്ങനെ ഒരു ഇന്ത്യ അല്ല നമുക്ക് വേണ്ടത്. നമുക്ക് നീതിയാണ് വേണ്ടത്. എല്ലാവർക്കും ബഹുമാനം ലഭിക്കണം. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ബഹുമാനം ലഭിക്കണം. നിങ്ങളുടെ മനസ്സിലെ ഭയം എന്നേക്കുമായി തുടച്ചു നീക്കണം. ഈ രാജ്യത്തിൻ്റെ അടിത്തറയും ഭാവിയും ശക്തിയും സ്ത്രീകളാണ്. പുരുഷാധിപത്യം നിങ്ങളെ അടിച്ചമർത്തുന്നു, ഭയപ്പെടുത്തുന്നു, നിയന്ത്രിക്കുന്നു. നമുക്കൊന്നിച്ച് ഈ പുരുഷാധിപത്യത്തെ തകർക്കണം. എൻ്റെ സന്ദേശം ലളിതമാണ്: ശബ്ദമുയർത്തുക, അഭിമാനത്തോടെ നിൽക്കുക, സമൂഹത്തിൽ നിങ്ങളുടെ ഇടത്തിനായി പോരാടുക. ഇങ്ങനെയാണ് രാഹുൽ പൂനെയിൽ കൂടിയ വിദ്യാർത്ഥിനികളോട് പറഞ്ഞത്. പത്രങ്ങളിലെ എഡിറ്റോറിയൽ പേജുകളിൽ മാത്രം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ചോദ്യവും രാഹുൽ ഗാന്ധി പൂനെയിൽ ചോദിച്ചു. പെൺകുട്ടികളെ ആരാണ് നിയന്ത്രിക്കുന്നത്? അവരെ നിയന്ത്രിക്കുന്ന വഴികൾ എന്തൊക്കെയാണ്? There are 4 methods of control. The first method of control, violence. Second method of control, disrespect. Time is used against you, and in every single sphere of life, in some way or the other, men
and the system is trying to control you, make sure that you do exactly what it wants. Agreed? സ്ത്രീകളെ നിയന്ത്രിക്കാൻ 4 വഴികളാണ് അവർ ഉപയോഗിക്കുന്നത്. ഒന്നാമത്തേത് അക്രമം, രണ്ടാമത്തേത് അനാദരവ്, പിന്നെ നിങ്ങളുടെ സമയം നിങ്ങൾക്കെതിരായി ഉപയോഗിക്കുന്നു. ജീവിതത്തിൻ്റെ ഓരോ മേഖലയിലും വ്യവസ്ഥിതിയും പുരുഷന്മാരും നിങ്ങളെ തങ്ങൾക്ക് വേണ്ടതുപോലെ നിയന്ത്രിക്കാൻ നോക്കുന്നു എന്നുള്ള കാര്യം കൃത്യമായി വിദ്യാർത്ഥിനികളോട് സംവദിക്കുകയാണ് രാഹുൽ ഗാന്ധി. ഇനി നമ്മുടെ രണ്ടാമത്തെ പോയിന്റിലേക്ക് വന്നാൽ, രാഹുൽ ഗാന്ധി മുന്നോട്ട് വയ്ക്കുന്ന പുതിയ കാലത്തിൻ്റെ ഭാഷ, സ്ത്രീപക്ഷ ഭാഷ, ഒപ്പം ആശയം, ഇതൊക്കെ ഇന്ത്യയിലെ മുഖ്യധാര രാഷ്ട്രീയത്തിൽ ഇതുവരെ നമ്മൾ കാണാത്തതാണ്. അതാണ് ആ പോയിന്റ്. സോഷ്യോളജിസ്റ്റുകളുടെയും സോഷ്യൽ മീഡിയയിലെ ഫെമിനിസ്റ്റ് എഴുത്തുകാരുടെയും ഇടയിൽ മാത്രമായിരുന്നു ഇത്തരം ഭാഷയും ആശയമൊക്കെ ഉണ്ടായിരുന്നത്. രാഹുൽ ആ ഭാഷയെ വളരെ സർഗാത്മകമായി ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയാണ്, അവിടെ കൊണ്ടുവന്ന് വെക്കുകയാണ്. BJPക്ക് പോലും ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ടി വരുന്ന രീതിയിലാണ് രാഹുലിൻ്റെ രാഷ്ട്രീയ വിമർശനം. സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന, അവരെ നിയന്ത്രിക്കാൻ പ്രേരിപ്പിക്കുന്ന BJP നേതാക്കളുടെ പ്രസ്താവനകളുടെ സാമ്പിളുകൾ കാണിച്ച് രാഹുൽ വ്യക്തമാക്കിയത് ഇത്തരക്കാർക്ക് ഒരിക്കലും സ്ത്രീകളുടെ പക്ഷത്ത് നിൽക്കാൻ കഴിയില്ല എന്നുകൂടിയാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തെ സ്ഥിരം സമവാക്യങ്ങളിൽ നോക്കിക്കണ്ടവർ കരുതിയത് രാഹുൽ പോലീസ് കേസുകളെക്കുറിച്ചോ രാഷ്ട്രീയ പോരാട്ടങ്ങളെക്കുറിച്ചോ സംസാരിക്കും പൂനെയിലെന്നാണ്. എന്നാൽ രാഹുൽ ആ വിഷയങ്ങളെല്ലാം വിട്ട് വളരെ മുന്നോട്ട് പോയി. സാധാരണയായി ഇടത് പാർട്ടികളുടെയും ഫെമിനിസ്റ്റ് സംഘടനകളുടെയും നേതാക്കൾ സംസാരിക്കുന്ന വിഷയങ്ങളെ രാഹുൽ ഗാന്ധി മുഖ്യധാര രാഷ്ട്രീയത്തിൻ്റെ കേന്ദ്ര സ്ഥാനത്ത് ഉയർത്തി പ്രതിഷ്ഠിച്ചു. തൻ്റെ പാർട്ടിയിൽ പോലും പതിറ്റാണ്ടുകളായി തുറക്കപ്പെടാത്ത ഒരു വാതിലാണ് രാഹുൽ ഇങ്ങനെ തുറന്നു വയ്ക്കുന്നത്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി മൂന്നാമത്തെ പോയിന്റിലേക്ക് പോകാം. എന്താണ് RSSുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനെതിരെ ഉയരുന്ന പ്രധാനപ്പെട്ട ഒരു വിമർശനം? 60കളിലും 70കളിലും 80കളിലും 90കളിലും 2004 മുതൽ 2014 വരെയുമുള്ള കോൺഗ്രസ് ഭരണകാലത്ത് RSS ലാഭം കൊയ്യുകയായിരുന്നു, ഒളിച്ചിരുന്ന് പ്രവർത്തിക്കുകയായിരുന്നു. തങ്ങളുടെ സംഘടനയെയും സ്ഥാപനങ്ങളെയും കെട്ടിപ്പടുക്കുകയായിരുന്നു അവർ. അങ്ങനെ അവർ വളർന്ന് പന്തലിച്ചു. ഇതിൻ്റെ ഉത്തരവാദി കോൺഗ്രസ് ആണ് എന്നതാണ് പ്രധാനപ്പെട്ട വിമർശനം. ഇതിൽ ഒരുപാട് യാഥാർത്ഥ്യങ്ങളുണ്ട്, ഒരുപാട് പരോക്ഷ വിമർശനങ്ങളുണ്ട് എന്നതും നമുക്കറിയാം. എന്നാൽ അതേ കോൺഗ്രസിൻ്റെ യുവ നേതാവ് RSSനെ നേരിട്ട് എതിർക്കാത്തതിൻ്റെ അപകടം മനസ്സിലാക്കുകയാണ് ഇപ്പോൾ. അതാണ് രാഹുൽ ഗാന്ധിയുടെ പ്രചാരണ പരിപാടികളുടെ ഏറ്റവും വലിയ കാതൽ എന്നാണ് വിലയിരുത്താൻ കഴിയുക. കഴിഞ്ഞ പരിപാടിയിൽ, അതായത് രചനാത്മക് കോൺഗ്രസ് എന്ന പരിപാടിയിൽ രാഹുൽ RSSനെ കുറിച്ച് സംസാരിച്ച രീതി ഒന്ന് ശ്രദ്ധിക്കാം. A lot of people in India have been behaving like cowards. They've been behaving like cowards against this cowardly force. But you're fighting a bunch of jokers. How can you feel scared? You're literally, please understand, you're literally fighting a bunch of jokers, clowns, right? Who have no idea about our philosophy, no idea about our history, right? They're a bunch of clowns. തുറന്നു പറഞ്ഞാൽ ഇന്ത്യയുടെ ഒരുപാട് ആളുകൾ ഭീരുക്കളെ പോലെയാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ദയവായി മനസ്സിലാക്കൂ, നിങ്ങൾ അക്ഷരാർത്ഥത്തിൽ ഒരു കൂട്ടം തമാശക്കാരോടും കോമാളികളോടുമാണ് പോരാടുന്നത് എന്ന് മനസ്സിലാക്കൂ എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. നമ്മുടെ തത്വചിന്തയെക്കുറിച്ച് യാതൊരു അറിവില്ലാത്തവർ, നമ്മുടെ ചരിത്രത്തെക്കുറിച്ച് യാതൊരു അറിവുമില്ലാത്തവർ, അവർ ഒരു കൂട്ടം കോമാളികളാണ് എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞു വയ്ക്കുന്നത്. ഇന്നത്തെ ഇന്ത്യ മനസ്സിലാക്കാൻ കഴിയാത്തവർക്ക് 3000 വർഷം മുമ്പത്തെ ഇന്ത്യയെ മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നാണ് രാഹുൽ പറയുന്നത്. രാഹുൽ ഗാന്ധി ഇവിടെ ഗൗരവമേറിയ ഒരു നിലപാട് സ്വീകരിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. RSSും ഹിന്ദുത്വ രാഷ്ട്രീയവും തങ്ങളുടെ ഐഡൻറ്റിറ്റിയുടെ അടിത്തറ 3000 വർഷം മുമ്പത്തെ ഇന്ത്യയിലാണ് തിരയുന്നത്. അവർക്ക് അഭിമാനിക്കാവുന്ന വസ്തുക്കൾക്കായി അല്ലെങ്കിൽ ആശയങ്ങൾക്കായി അവർ ഇങ്ങനെ തിരച്ചിൽ നടത്തുന്നു. രാഹുൽ ഗാന്ധി ആണെങ്കിൽ ആ അടിത്തറയിലെത്തി അവരെ ആക്രമിക്കുന്നു. അതാണ് ശ്രദ്ധേയം. നമുക്കറിയാം, ദീർഘകാലം രാഹുൽ ഗാന്ധി കേട്ട ആക്ഷേപം ഗൗരവമില്ലാത്ത രാഷ്ട്രീയ നേതാവ് എന്നതാണ്. അതേ രാഹുലാണ് RSSൻ്റെ ബുദ്ധിപരമായ ഈ ടൈം ലൈനെ പുതിയ കാലത്തിൻ്റെ, അതായത് ജെൻസിയുടെ വീക്ഷണ കോണിൽ നിന്ന് ചോദ്യം ചെയ്യുന്നത് എന്നതാണ് രാഷ്ട്രീയ കൗതുകം, ശ്രദ്ധേയമായ രാഷ്ട്രീയ നീക്കം. RSS ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഭയത്തിൻ്റെ വ്യവസ്ഥയെയാണ് രാഹുൽ ഓപ്പറേഷൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ശസ്ത്രക്രിയ ചെയ്യുന്നത്. RSSനെ രാഹുൽ തമാശക്കാരുടെ നിലയിലാണ് നിർത്തുന്നത്, അല്ലെങ്കിൽ നിർത്തിയാണ് വിമർശിക്കുന്നത് എന്നതും നമ്മൾ നോക്കിക്കാണണം. RSSൻ്റെ യഥാർത്ഥ ശക്തി നശിച്ചു എന്നാണ് രാഹുൽ പറയുന്നത്. അവരുടെ ശക്തിയായിരുന്ന മനുഷ്യരെയെല്ലാം അവർ തന്നെ വഞ്ചിച്ചു. നോട്ട് നിരോധനം കൊണ്ടുവന്നു, GST കൊണ്ടുവന്നു, സ്വന്തം ആളുകളെ അങ്ങനെ വഞ്ചിച്ച് ഇല്ലാതാക്കി എന്ന് രാഹുൽ ചൂണ്ടിക്കാട്ടുന്നു. ഇന്ന് RSS വൻകിട മൂലധനത്തിൻ്റെ ഒരു ഉപകരണം മാത്രമാണ്. മോദി അദാനിയുടെ സേവകനായിരിക്കുന്നത് പോലെ അവരും അദാനിയുടെ സേവകരാണ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ പ്രശ്നം, അതായത് കോൺഗ്രസ്സുകാരുടെ പ്രശ്നം, വലിയ അളവോളം പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞു എന്നാണ് രാഹുൽ പ്രവർത്തകരോട് പറയുന്നത്. RSS ഇതിന് മറുപടി പറയാൻ ഇറങ്ങാൻ സാധ്യതയില്ല. കാരണം അങ്ങനെ ചെയ്താൽ അവർ രാഹുൽ ഒരുക്കി വെച്ചിരിക്കുന്ന കെണിയിൽ വീഴും.
RSSന് തിരശ്ശീലയിൽ നിന്ന് രാഷ്ട്രീയ യാഥാർത്ഥ്യത്തിലേക്ക് ഇറങ്ങി വരേണ്ടി വരും. അങ്ങനെ ഇറങ്ങിയാൽ പല ചോദ്യങ്ങൾക്കും അവർക്ക് ഉത്തരം പറയേണ്ടി വരും. 2014 ശേഷം സ്വദേശ് ജാഗരൺ മഞ്ജു പോലുള്ള സംഘടനകൾക്ക് എന്ത് സംഭവിച്ചു എന്ന് RSS വ്യക്തമാക്കേണ്ടി വരും. അംബാനി അദാനി കുത്തകവൽക്കരണ കാര്യത്തിൽ RSS നിലപാട് പറയേണ്ടി വരും. രാജ്യത്തെ വിമാനത്താവളങ്ങളും ഖനികളും ഒരേ കമ്പനിക്ക് തന്നെ കിട്ടുന്നു. ഇത്തരം കുത്തക കമ്പനികൾ മാധ്യമങ്ങളെയും വാങ്ങിക്കൂട്ടുന്നു. ഇതിനെക്കുറിച്ചും RSSന് പറയേണ്ടി വരും. രാഹുൽ ഗാന്ധി മോദി സർക്കാരിനെ വിമർശിക്കാൻ ഇതുവരെ അംബാനി അദാനി ഫ്രെയിംവർക്ക് മാത്രമാണ് ഉപയോഗിച്ചിരുന്നത് എന്നുള്ള കാര്യവും നമ്മൾ ഓർക്കണം. എന്നാൽ രാഹുൽ ഇപ്പോൾ അതിലേക്ക് RSSനെയും കൂട്ടിച്ചേർക്കുന്നു എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. RSS മേധാവിയുടെ ചിത്രം വെച്ച് രാഹുൽ RSS നിലപാടുകളെ വിമർശിക്കുന്ന രീതിയിലേക്ക് പുതിയ രാഷ്ട്രീയ തന്ത്രം പയറ്റുന്നു എന്നതാണ് നമ്മൾ നോക്കിക്കാണേണ്ട കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വന്ന, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗ പരിപാടികളിൽ അല്ലെങ്കിൽ പ്രചാരണ പരിപാടിയിൽ വന്ന പ്രത്യക്ഷത്തിലുള്ള മാറ്റം. ഒടുവിലായി പറയാനുള്ളത് രാഹുൽ CJP സമരത്തിന് ശേഷം തൻ്റെ പ്രചാരണ പരിപാടിയിൽ വരുത്തിയിരിക്കുന്ന മാറ്റത്തെക്കുറിച്ചാണ്. ആരും ഇതുവരെ പറയാൻ ധൈര്യപ്പെടാത്ത രാഷ്ട്രീയ നിലപാടുകളിലേക്ക് ഞാൻ സൂചിപ്പിച്ചതുപോലെ രാഹുൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. അതിന് അദ്ദേഹത്തിന് ധൈര്യം നൽകുന്നത് CJP സമരത്തിന് ശേഷം സോഷ്യൽ മീഡിയ റീച്ചിൻ്റെ സ്വഭാവത്തിലുണ്ടായ മാറ്റമാണ്. രാഹുലിൻ്റെ എല്ലാ പരിപാടികളും യൂട്യൂബ് സ്ട്രീമിംഗ് വഴി ലക്ഷക്കണക്കിന് ആളുകളിലേക്കാണ് എത്തിക്കുന്നത്. അതായത് എന്തായാലും അദ്ദേഹത്തിന് അറിയാം, ഗോദി മീഡിയ ഇതൊന്നും കാണിക്കാൻ പോകുന്നില്ല, ഇതൊന്നും വേറെ രീതിയിൽ ആളുകളിലേക്ക് എത്താൻ പോകുന്നില്ല, മുഖ്യധാര മാധ്യമങ്ങളോ മുഖ്യധാര പത്രങ്ങളോ ഇത് അഡ്രസ്സ് ചെയ്യാൻ പോകുന്നില്ല. അതുകൊണ്ട് താൻ സ്വന്തം യൂട്യൂബ് പ്ലാറ്റ്ഫോമിലൂടെ സ്ട്രീമിംഗ് നടത്തി മില്യൺ കണക്കിന് ആളുകളിലേക്ക് രാഹുൽ ഗാന്ധി ഇത് എത്തിക്കുകയാണ്. ഇൻസ്റ്റഗ്രാം പോലുള്ള പുതിയ തലമുറ മീഡിയകളിലും രാഹുലിൻ്റെ പരിപാടിയുടെ ക്ലിപ്പിങ്ങുകൾക്ക് വലിയ രീതിയിൽ വ്യൂവേഴ്സിനെ സമ്പാദിക്കാൻ കഴിയുന്നുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ വലിയ തോതിൽ ഫോളോവേഴ്സിനെയാണ് രാഹുലും സംഘവും ഇങ്ങനെ നേടിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് കണക്കുകൾ തന്നെ പറയുന്നത്. CJP സമരം ദേശീയ ശ്രദ്ധ നേടിയതോടെ ഇൻഫ്ലുവൻസർമാരും സാധാരണ ഉപയോക്താക്കളും ഭരണവിരുദ്ധമായ റീലുകളും മീമുകളും വ്യാപകമായി പങ്കുവയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കോൺഗ്രസ് IT സെല്ല് ഈ സാഹചര്യം കൃത്യമായി ഉപയോഗിക്കുകയും അവരുടെ ഡിജിറ്റൽ റീച്ച് കൂട്ടുകയും ചെയ്തു. CJP അനുകൂല വീഡിയോകൾക്ക് നേരെ വലിയ രീതിയിലുള്ള സെൻസർഷിപ്പും അക്കൗണ്ട് പൂട്ടിക്കലും ഒക്കെ ഉണ്ടായപ്പോൾ അതിനെതിരെ കോൺഗ്രസ് നേതാക്കൾ ശക്തമായി പ്രതികരിച്ചത് സോഷ്യൽ മീഡിയയിൽ അവർക്ക് കൂടുതൽ പിന്തുണ നേടിക്കൊടുത്തു എന്നതും നമ്മൾ നോക്കിക്കാണേണ്ട കാര്യമാണ്. CJP സമരകാലത്ത് സോഷ്യൽ മീഡിയയിലെ നറേറ്റീവ് നിയന്ത്രിക്കുന്നതിൽ BJP IT സെല്ലിന് വലിയ രീതിയിൽ പരാജയം സംഭവിച്ചതും കോൺഗ്രസ് ഹാൻഡിലുകൾക്ക് ഗുണമായി. അതാണ് അവർ ഇപ്പോൾ നേട്ടമായി ഉപയോഗിക്കുന്നത്. രാഹുൽ ഗാന്ധി അതിനെ കൃത്യമായി ഉപയോഗിച്ചു എന്ന് തന്നെ പറയാം. അത് വെച്ച് എന്തായാലും രാഹുൽ ഗാന്ധി മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയ നിലപാടുകളും മറ്റും പുതിയ കാലത്തിൻ്റെ പ്രതീക്ഷയാണ്. BJPയുടെ അടിസ്ഥാന ശക്തിയായ RSSനെ നേരിട്ട് ആക്രമിച്ചുകൊണ്ട് രാഹുൽ ആ രാഷ്ട്രീയത്തിൻ്റെ പൊള്ളത്തരം കൂടിയാണ് പൊതുമധ്യത്തിലേക്ക്, പ്രത്യേകിച്ച് വിദ്യാഭ്യാസമുള്ള പുതിയ തലമുറയുടെ ജെൻസിയുടെ മുന്നിലേക്ക് ചർച്ചയ്ക്കായി എത്തിക്കുന്നത്. ഇതെല്ലാം കോൺഗ്രസ്സിന് വോട്ടായി മാറുമോ എന്നത് മറ്റൊരു കാര്യം. അതിനപ്പുറം ഇന്ത്യയുടെ ബഹുസ്വര സംസ്കാരത്തിന് മുതൽക്കൂട്ടാണ് രാഹുൽ ഗാന്ധിയുടെ ഇത്തരം നീക്കങ്ങൾ എന്ന് പറയാൻ നമുക്ക് കഴിയും. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. മറ്റൊരു വിഷയത്തിൽ സിംപിളി ഇൻ ഡെപ്ത് വീഡിയോയുമായി വീണ്ടും കാണാം. ഞാൻ അൻഷാദ് അമില്യാസ് സൈനിങ് ഓഫ്.